ഹലോ ഗൈസ്, അപ്പോൾ ഒരു മാറ്റം എല്ലാത്തിനും നല്ലതല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് FC മൊബൈലായിട്ടാണ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ഇതിലൊരു ചെറിയ മാച്ചൊക്കെ അറിയാം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫുട്ബോളിനെ കുറിച്ചൊരു അറിവില്ലാത്തതാണ്. അങ്ങനത്തെ ഞാൻ FC മൊബൈൽ കളിക്കാൻ, നമുക്ക് ചാമ്പ്യൻസ് കളിക്കാം. കുറച്ച് കാലം നമ്മൾ കളിച്ചിട്ടുള്ളൂ, ഈ അടുത്തെങ്ങാനും നമ്മൾ കയറിയിട്ടുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് നമ്മൾ ഈ ഇത് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കിയാണ് വിന്നായാണ്. നമുക്ക് സെക്കൻഡ് ഒന്ന് കയറി വെക്കാം. അവിടെ ഫുള്ളായിട്ട് പ്ലേ തുടങ്ങിയിട്ട് നമുക്ക് കാണാം. പ്ലേ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടീമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ എതിർ ടീമിനെ ഒന്ന് കാണാം. അപ്പോൾ എതിർ ടീം കുഴപ്പമില്ലാത്തത്ര വലിയ ടീമാണ്. അപ്പം സത്യം പറയാം, എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നൊരു വിവരമില്ല. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ഒരു ചെറിയ ഇവൻ്റാണ് നമ്മൾ കളിക്കുന്നത്. എന്തായാലും നമുക്ക് വേറെ പാസ് ചെയ്താൽ നമ്മൾ ബാർസയാണ് കിട്ടും. ബാർസ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം. ഏതായാലും അത്യാവശ്യമൊക്കെ നമ്മൾ കളിക്കുള്ളൂ. ദൈവം കൊണ്ടുപോകണം. എൻ്റെ മോനെ യാമാൽ പൊളിയാട്ടോ വയസ്സ്. ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. ഇവനോട് ഞാൻ പാസ് ചെയ്യാൻ നോക്കാം നമുക്ക്. മോനെ ഫസ് അപ്പോൾ ഒരു ഞമ്മാൽ മുന്നേ പോകുന്നുണ്ട്. നമുക്ക് നേരെ ത്രൂ കൊടുക്കാം. മോനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഗോളായി ഗൈസ്. അവിടെ നമ്മളെ സ്ക്രീൻ റെക്കോർഡിൻ്റെ സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഷോട്ട് ചെയ്യാൻ കഴിയാൻ. എന്തായാലും നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. ആരാണ് അടിച്ചത് ഗൈസ്? അലക്സാണ് ഫസ്റ്റ് ഗോൾ അടിച്ചത് ഗൈസ്. അപ്പം ഇത് നമ്മളെ സ്പെയിനിലെ പ്ലെയറാണ്. നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് രണ്ടാമത്തെ കളി നോക്കാം. മോനെ ഒരു നല്ല കളിയാണ് കിട്ടും ഗൈസ്. നല്ല കെയാണെന്ന് പറഞ്ഞിട്ട് സ്ട്രെങ്ത് നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. PvP ഒക്കെ ആയിട്ട് സ്ട്രെങ്ത് നോക്കിയിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. ഇവരെ നല്ല കളിയിലാണ്. യമാലിന് ബോൾ കിട്ടിയിട്ടുണ്ട്. മോനെ ഇവരടിച്ച് വിടുകയാണല്ലോ ഗൈസ്. എന്താ ഇവർ പെട്ടെന്ന് ബോൾ അടിച്ച് വിടുകയാണ്. നമുക്ക് ഇവന് പാസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തോ ഒരു ഇവൻറ്റ് കിട്ടിയാണ്. എന്തായാലും 122ൻ്റെ പ്ലെയറാണ്. ഹാഫ് ടൈം. അപ്പോൾ ഹാഫ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഹാഫ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പാസ് ചെയ്ത് കളിക്കാം. പക്ഷെ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഗോൾ ഇട്ടിട്ടുള്ളൂ ഗൈസ്. ലാഗ് ഗൈസ്, കുട്ടിക്കത്തെ ലാഗാണ്. എന്തായാലും നമുക്ക് ഇവന് പാസ് കൊടുത്തിട്ട് നൈസിന് അത് നല്ല കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഏതോരത്തെ വന്നാൽ അടിച്ചിട്ടുണ്ട് ഗൈസ്. അമ്മമാരെ കൊണ്ട് അടിച്ചിടുകയാണ്. ഇടയ്ക്ക് സ്ക്രീൻ റെക്കോർഡ് ഓഫായി പോയി. നമുക്ക് ഏതായാലും ഒന്നുകൂടി കളിക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയ കളി നിച്ചല്ലാത്തതാണ്. അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ. ഇപ്പോൾ യമാലിൽ പന്ത് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഗോളാണ്. നമ്മൾ ഷോട്ടൊക്കെ മറന്നുപോയി നമ്മളതിൽ തന്നെ. നമ്മൾ വീണ്ടും യമാലിന് പന്ത് കിട്ടുന്നു ഗൈസ്. മോനെ ജസ്റ്റ് മിസ്സിനാണ് പോയ ഗൈസ്. പക്ഷെ നമ്മൾ ഇനിയും എടുക്കും, ഇത്രേ ഉള്ളൂ. കളി കഴിഞ്ഞ് ഗൈസ്. ഏതായാലും 1-0 കളി കഴിഞ്ഞല്ല, ഫൗളാണ് ഗൈസ്. മോനെ അവരടിച്ച് വിടുകയാണ് ഗൈസ്. നമുക്കേതായാലും ഈ ചങ്ങായി ബാക്കോട്ട് ഉണർത്തി ഞാൻ. ഏതായാലും നമുക്ക് നൈസിന് എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കാം ഗൈസ്. ചാൻസിന് എൻട്രിക്ക് പൊളിയാണ് കേട്ടോ ഗൈസ്. നമ്മളെ ബ്രസീലിലെ പ്ലെയറാണ്. 119ൻ്റെ പ്ലെയറാണ്. അവനാണ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഏതായാലും സെക്കൻഡ് പൊളിയാണ് എൻട്രിക്ക്. അപ്പം ഇനി ബാക്കി കാണാം. ഇപ്പോൾ എൻട്രിക്കാണ് പോകും. അപ്പോൾ അതിന് ജോനെ ജസ്റ്റ് നമ്മൾ അലക്സ് ഇപ്പം മോനെ ഗൈസ് ഒരു അത്യാവശ്യം നല്ല കളി കളിച്ചാൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവന് പാസ് ചെയ്ത് കൊടുക്കാം. യമാലി എവിടെ നോക്കിക്കടോ യമാലേച്ചി. എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ല പാസ് ചെയ്ത് കളി കളിക്കുന്നുണ്ട് അവർ. പക്ഷേ ആണ് ഗൈസ്, എത്ര കളിയേ കളിച്ചുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല കളിക്കാൻ നിച്ചല്ലവർക്ക് ഒന്നുമില്ല എന്ന് എനിക്കറിയാം കേട്ടോ ഗൈസ്. അവനവിടെ അടിച്ചിട്ട് ഗൈസ് ഒന്നുമില്ല. അപ്പോൾ അവർ പന്തും കൊണ്ട് പോകണം. നമുക്ക് നൈസിന് അടിച്ചിട്ടിടാം. എൻ്റെ മോനെ ഗൈസ് അത് കണ്ടോ ഗൈസ്. ഏതായാലും പൊളിച്ചിട്ടോ ഗൈസ്. അത് നമ്മൾ പൊളിച്ച്. ഏതായാലും ഇവിടുന്ന് ലോങ് ഗോള് ഗൈസ്. കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗോളായിനി. ഏതായാലും ഗോളായിട്ടില്ല. നമുക്ക് ഒരു ഗോളായിട്ട് ഇനി കാണാം. ഏതായാലും എൻ്റെ മോനെ ആടെ സ്റ്റക്കായി പോയി ഗൈസ്. ഓഫ് സൈഡായി പോയി ഗൈസ്. ഓഫ് സൈഡ് പൊസിഷനിലായി പോയി. ചങ്ങനെ എന്താ പറയേണ്ടത് ഗൈസ്.
ഇങ്ങനെ നിൽക്കുമ്പോണ്ട് നേരം കണ്ടോ ഓഫ് സൈഡ് കളി കഴിഞ്ഞ് ഗൈസ് 2-0 നമ്മൾ ഈ കളി ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ 2-0 കളി കഴിഞ്ഞ് നമ്മൾ 2-0 വിൻ ചെയ്തേക്കാണ്. പിന്നെ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. അപ്പം എന്തൊക്കെയാണ് വ്യത്യാസം വരുത്തേണ്ടതെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഗൈസ്. അതായത് നമുക്ക് റാങ്ക് അപ്പ് ചെയ്യാനുള്ള സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിലാക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി പിന്നെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.